പറപ്പൂർ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പറപ്പൂർ ശാന്തി മന്ദിരത്തിൽ ലോകവൃദ്ധ ദിനാചരണം. പറപ്പൂർ സെന്ററിൽ മൂത്രപ്പുരയ്ക്കായി ജനവികാരം ശക്തമാകുന്നു. പറപ്പൂർ പള്ളി ഗ്രൗണ്ട് സാമൂഹ്യ വിരുദ്ധരുടെ വിളനിലമാകുന്നു. മുള്ളൂർ കായലിൽ നാടൻ ശുദ്ധജല മത്സ്യവിൽപ്പന ശ്രദ്ധേയമാകുന്നു. രാജഗിരി ഔട്ട്റീച്ച്, തോമസ് ചിറ്റലപ്പള്ളി ട്രസ്റ്റ്, തോളൂർ ഗ്രാമവികസന സമിതി എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ലോകവൃദ്ധ ദിനാചരണം പറപ്പൂർ ശാന്തി മന്ദിരത്തിൽ കൊണ്ടാടി. ദിനാചരണത്തോടനുബന്ധിച്ച് വയോജനങ്ങൾക്കായുള്ള ആയുർവേദ ക്യാമ്പ് തൈക്കാട്ടുശ്ശേരി വൈദ്യരത്നം ആയുർവേദ മെഡിക്കൽ കോളേജിന്റെ നേതൃത്വത്തിൽ നടന്നു. റവറന്റ് ഫാദർ പോളി നീലങ്കാവിൽ ഉദ്ഘാടനം ചെയ്ത പൊതുയോഗത്തിൽ തോളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുമാരി NP സരോജിനി അധ്യക്ഷയായിരുന്നു. തോളൂർ ഗ്രാമവികസന സമിതി സെക്രട്ടറി ഡോക്ടർ ഡെയ്സൺ പാണങ്കാടൻ, ശാന്തിമന്ദിരം മഠം മദർ സുപ്പീരിയർ സിസ്റ്റർ സായുജ്യ, തോമസ് ചിറ്റലപ്പള്ളി ട്രസ്റ്റ് മാനേജർ ശശീന്ദ്രൻ, കോർഡിനേറ്റർ പ്രസന്ന, ഗ്രാമവികസന സമിതി കോർഡിനേറ്റർ വിജു ചാർലി എന്നിവർ പ്രസംഗിച്ചു. പറപ്പൂർ സെന്ററിൽ മൂത്രപ്പുരയ്ക്കായി ജനവികാരം ശക്തമാകുന്നു. പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പലതരം ആവശ്യങ്ങൾക്കായി എത്തുന്ന ജനങ്ങൾ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനാകാതെ നട്ടം തിരിയുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. പറപ്പൂർ സെന്ററിലെ കേന്ദ്രീകരിച്ചാണ് എല്ലാ സ്ഥാപനങ്ങളും സ്ഥിതി ചെയ്യുന്നത്. മാത്രമല്ല, ഓട്ടോറിക്ഷ സ്റ്റാൻഡ്, ടാക്സി പേട്ട, മെയിൻ ബസ് സ്റ്റോപ്പുകൾ മുതലായവ ഇതിനു പുറമേയും. ഒരു തുള്ളി കുടിവെള്ളം പോലും ലഭിക്കാത്ത അവസ്ഥയും ഖേദകരമാണ്. ഇക്കാര്യത്തിൽ പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തുനിന്ന് അടിയന്തര നടപടികൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പറപ്പൂർ പള്ളി ഗ്രൗണ്ട് സാമൂഹ്യ വിരുദ്ധരുടെ വിളനിലമാകുന്നു. സന്ധ്യ മയങ്ങിയാൽ മദ്യസേവകർ എത്തുകയായി. കുപ്പിയും ഗ്ലാസും തൊട്ടുകൂട്ടാൻ ടച്ചിങ്സുമായി എത്തുന്ന ഇവർ രാത്രി വളരെ വൈകിയും അർമാദിക്കുകയാണ്. ഇവ കൂടാതെ ഹാൻഡ്സ് പോലെയുള്ള ഉൽപ്പന്നങ്ങളുടെ വിപണന കേന്ദ്രവുമാണിവിടം. ഈയിടെയായി ഗ്രൗണ്ടിൽ ഗോൾ പോസ്റ്റ് നെറ്റുകളും ഷട്ടിൽ കോർട്ടുകളും പള്ളിയുടെ നിർദ്ദേശക ബോർഡുകളും ഈ സാമൂഹ്യ വിരുദ്ധർ നശിപ്പിക്കുകയുണ്ടായി. പോലീസിന്റെ ഭാഗത്തുനിന്നും രാത്രികാല പെട്രോളിംഗ് ശക്തമാക്കണമെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം. മുള്ളൂർ കായലിൽ നാടൻ ശുദ്ധജല മത്സ്യവിൽപ്പന ശ്രദ്ധേയമാകുന്നു. കായലിൽ നിന്ന് ശേഖരിക്കുന്ന പലതരം മത്സ്യങ്ങളാണ് വിൽപ്പനയ്ക്കുള്ളത്. ഫ്ലക്സ് ബോർഡുകളും തോരണങ്ങളും തൂക്കിയ മത്സ്യവിപണന കേന്ദ്രങ്ങൾ വാഹനയാത്രക്കാരെ ആകർഷിക്കുന്നു. ഗുണനിലവാരവും മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ നിരക്കും ഉറപ്പു നൽകുന്നുവെന്ന് വിൽപ്പനക്കാർ അവകാശപ്പെടുന്നു. പ്രധാനമായും പരൽ, കോലാൻ, മുണ്ടത്തി, കട്ട്ള തുടങ്ങിയ മത്സ്യങ്ങളാണ് ഇവിടെ നിന്നും ലഭിക്കുന്നത്.